നമസ്കാരം. ഒരു മാസം പിന്നിട്ടിട്ടും പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിനും മരുന്നു കമ്പനിക്കും നേരെ US-ഇസ്രയേൽ സഖ്യം ചൊവ്വാഴ്ച ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. അനസ്തെറ്റിക് അർബുദ മരുന്നുകൾ നിർമ്മിക്കുന്ന ഇറാന്റെ ഏറ്റവും വലിയ മരുന്നു കമ്പനിയായ ടോഫിക് ദാരു റിസർച്ച് ആൻഡ് എഞ്ചിനീയറിംഗിനാണ് വ്യോമാക്രമണം നേരെയായത്. കമ്പനിയുടെ മരുന്ന് ഉൽപാദന യൂണിറ്റുകൾക്ക് കേടുപാടുകൾ പറ്റുകയും ചെയ്തു. ഇറാനിയൻ സർക്കാരിനു കീഴിലെ സാമൂഹിക സുരക്ഷാ നിക്ഷേപ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ടോഫിക്. UN ഉപരോധത്തെ തുടർന്ന് ഏറെ കാലമായി മരുന്നുക്ഷാമം നിലനിൽക്കവെയാണ് ഇറാനിലെ ഫാർമ മേഖലയിലേക്കും കൂടി ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. മധ്യ ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിനു നേരെ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടിരുന്നു. 2025 ജൂണിൽ US ബങ്കർ ബസ്റ്റർ ബോംബിട്ട ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. അന്നത്തെ യുദ്ധത്തിന് 2 ആഴ്ച മുമ്പ് ഇസ്ഫഹാനിലെ തുരങ്കത്തിലേക്ക് 18 നീല കണ്ടെയ്നറുകൾ നിറച്ച ട്രക്ക് പോകുന്ന ഉപഗ്രഹ ചിത്രം പുറത്തു വന്നിരുന്നു. 60% പരിശുദ്ധിയിൽ ഇറാൻ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം വരുന്ന യുറേനിയമാണ് ഇതെന്നാണ് US കരുതുന്നത്. കുവൈറ്റ് എണ്ണക്കപ്പൽ ആക്രമിച്ച ഇറാന് ദുബായ് തീരത്ത് കുവൈറ്റിന്റെ എണ്ണക്കപ്പൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് തീപിടിച്ചത്.